ഇത്തവണ മിഴിച്ചു വന്നത് ആമിയുടെ കണ്ണുകളാണ്. എന്നാൽ അവനതൊന്നും കാര്യമാക്കാതെ അവളെ എടുത്ത് നേരത്തെ ഇരുന്ന ബെഞ്ചിലേക്ക് കൊണ്ടുപോയി ഇരുത്തി. എന്നിട്ട് അവൾക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം കൊടുത്തു. അവനെ നോക്കിക്കൊണ്ട് ആമി അത് വാങ്ങി കുടിച്ചു. ഇപ്പൊ തലകറക്കം കുറവുണ്ടോ? അവളെ നോക്കി ചോദിച്ചുകൊണ്ട് അവൻ ബോട്ടിൽ വാങ്ങിയതും ആമി അവനെ തന്നെ നോക്കിയിരുന്നു. അവൻ ബോട്ടിൽ വാങ്ങി അടച്ചു വെച്ചു. യാദവ് പറയുന്നത് കേട്ടപ്പോൾ ആമിയുടെ കണ്ണുകൾ സഞ്ചരിച്ചത് ആ പെൺകുട്ടികളുടെ അടുത്തേക്കാണ്. ഇപ്പോഴും തങ്ങളിൽ തന്നെയാണ് അവരുടെ ശ്രദ്ധ എന്ന് മനസ്സിലായതും ആമി വീണ്ടും അവൻ്റെ ദേഹത്തേക്ക് ചാഞ്ഞു. എനിക്ക് വയ്യ, നമുക്ക് പോകാം. അവനെ നോക്കാതെ മുഖമർത്തി പറയുന്ന ആമിയെ യാദവ് ഒന്ന് നോക്കി. പിന്നെ ആമിയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് കാറിനടുത്തേക്ക് പോയി. അപ്പോഴും അടിക്കടി ആ പെൺകുട്ടികളെ തിരിഞ്ഞു നോക്കി തന്നോട് ചേർന്ന് നിൽക്കുന്ന ആമിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവൻ. അപ്പോഴും ആരും കാണാത്തൊരു ചെറിയ പുഞ്ചിരി അവൻ്റെ ചുണ്ടുകളിൽ ഒളിഞ്ഞിരുന്നു. വീട്ടിലേക്കുള്ള യാത്രയിലുടനീളം ഇന്ന് നടന്ന സംഭവങ്ങളായിരുന്നു ആമിയുടെ മനസ്സ് നിറയെ. എന്തുകൊണ്ടാണ് ആ പെൺകുട്ടികൾ യാദവിനെ നോക്കുന്നത് കണ്ടപ്പോൾ താൻ എന്തിനാണ് ഇങ്ങനെയെല്ലാം പെരുമാറിയത് എന്ന് അവൾ ചിന്തിക്കാതിരുന്നില്ല. ഇതിനു മുമ്പും പല പ്രാവശ്യം ഒന്നിച്ച് പുറത്തു പോയിട്ടുണ്ട്. അന്നെല്ലാം ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് ആ പെൺകുട്ടികൾ അവനെ നോക്കിയ രീതി, അത് തന്നിലുണ്ടാക്കിയ അസ്വസ്ഥത, അതെല്ലാത്തിനുപരി ഇന്നത്തെ തൻ്റെ പ്രവൃത്തി അവനെ വേറെ ഒരു രീതിയിൽ നോക്കുന്നതും തനിക്ക് സഹിക്കാത്തതുപോലെ, ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഒരു വേള തനിക്ക് യാദവിനോട് പ്രണയമാണോ എന്ന് ചിന്തിച്ചു പോയി ആമി. ആ ചിന്ത കുറിച്ച് മണിക്കൂറുകൾക്ക് മുൻപ് നടന്ന കാര്യങ്ങളിൽ കുടുങ്ങിക്കിടന്നു. എന്നാൽ അതെല്ലാം അവൾ മനഃപൂർവ്വം അവഗണിച്ചു. അവളുടെ മാറ്റങ്ങൾ അറിയുന്നുണ്ട് എങ്കിലും യാദവൊന്നും അറിയാത്ത പോലെയിരുന്നു. പിന്നെയും 2 ദിവസങ്ങൾ മാറ്റങ്ങളൊന്നുമില്ലാതെ കടന്നുപോയി. അന്ന് പതിവ് പോലെ ഉറക്കമുണർന്ന ആമി ഉണർന്ന ഉടനെ അവളുടെ കണ്ണുകൾ അവനെ തിരഞ്ഞു. ഇപ്പം യാദവ് ഓഫീസിലേക്ക് പോകാത്തത് കൊണ്ട് ആമി ഉണരുമ്പോൾ മുറിയിലോ അല്ലെങ്കിൽ ബാൽക്കണിയിലോ ലാപ്പും തുറന്നിരിക്കുന്നത് കാണാം. കൂടാതെ തനിക്കുള്ള ചായ കൊണ്ട് തരുന്നതും ഇപ്പോൾ യാദവാണ്. എന്നാൽ പതിവിന് വിപരീതമായി ആ മുറിയാകെ ശാന്തമാണ്. ഒന്ന് ശ്വാസമെടുത്തുകൊണ്ട് ആമി ബാത്റൂമിലേക്ക് പോയി ഫ്രഷായി വന്നു. കബോർഡിൽ നിന്നൊരു ടീഷർട്ടും പലൗസ പാൻറ്റും എടുത്ത് ധരിച്ചു. ഇന്നൊന്നിനും ഉന്മേഷമില്ലാത്തതുപോലെ ആകെ ഒറ്റപ്പെട്ടൊരവസ്ഥ. തനിച്ചായതുപോലെ എപ്പോഴും കൂടെയുണ്ടാകുന്ന ആ സാമീപ്യം ഇപ്പോൾ കൂടെയില്ലാതായതുകൊണ്ടാവാം. എന്തായാലും തനിക്കുള്ള ചായ കൊണ്ടുവരുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു അവൾ. അപ്പോഴേക്കും ആമിക്കുള്ള ചായയുമായി ലച്ചു മുറിയിലേക്ക് എത്തിയിരുന്നു. എന്നാൽ യാദവിനെ പ്രതീക്ഷിച്ചിരുന്ന ആമിക്ക് ലച്ചുവിൻ്റെ വരവിൽ നിരാശയാണ് തോന്നിയത്. പക്ഷേ അത് മുഖത്ത് കാണിക്കാതെ ലച്ചു നീട്ടിയ ചായ സന്തോഷത്തോടെ ആമി ചുണ്ടോട് ചേർത്തു. യാദവ് എവിടെയാണെന്ന് ലച്ചുവിനോട് ചോദിക്കണമെന്ന് ആമിക്കുണ്ടായിരുന്നെങ്കിൽ കൂടെ എന്തോ വല്ലാത്തൊരു മടി തോന്നി. ലച്ചു പറയുമെന്ന് കരുതിയെങ്കിലും അവളൊന്നും പറയാതെ തിരിഞ്ഞു നടക്കുന്നത് കണ്ടപ്പോൾ രണ്ടും കൽപ്പിച്ച് ആമി അവളെ വിളിച്ചു. ലച്ചു, എന്താ ഏട്ടത്തി? അത് നിന്റെ വല്യേട്ടൻ എവിടെ? കാണുന്നില്ല. അല്പം മടിച്ചാണ് ആമിയ ചോദിച്ചത്. അത് ഏട്ടത്തി, ഇന്നിനി ഏട്ടനെ നോക്കണ്ട, നാളെ കാലത്ത് വരുമായിരിക്കും. അതെന്താ? ഇന്ന് വല്യേട്ടൻ്റെ പിറന്നാളാണ്. വല്യച്ഛനും വല്യമ്മയും പോയതിനു ശേഷം ഈ ദിവസങ്ങളിലെല്ലാം ഏട്ടൻ ഭ്രാന്തെടുത്തതുപോലെയാ. അന്ന് മുഴുവൻ മദ്യപിക്കും, ആരോടും മിണ്ടില്ല, ഒന്നും കഴിക്കില്ല, കയ്യിൽ കിട്ടിയതെല്ലാം എറിഞ്ഞു പൊളിക്കും. ചിലപ്പോൾ മുറിയിൽ നിന്ന് വലിയ ശബ്ദത്തിലുള്ള കരച്ചിൽ കേൾക്കാം. പക്ഷേ ആരും ഏട്ടൻ്റെ അടുത്തേക്ക് പോകില്ല. ഏട്ടൻ ആരെയും അടുപ്പിക്കാറില്ല. അടുത്ത ദിവസം കാലത്ത് ഏട്ടൻ തന്നെ മുറി തുറന്ന് പുറത്തേക്ക് വരും. ചിലപ്പോൾ കയ്യും കാലുമൊക്കെ മുറിഞ്ഞിട്ടുണ്ടാകും. എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഏട്ടൻ ഇങ്ങനെയാ. പെട്ടെന്ന് വല്യച്ഛനും വല്യമ്മയും മരിച്ചതിൻ്റെ ഷോക്കിൽ നിന്ന് ഏട്ടൻ ഇപ്പോഴും പൂർണ്ണമായി ഒന്ന് പുറത്തു വരാൻ കഴിഞ്ഞിട്ടില്ല. പറയുന്നതിൻ്റെ കൂടെ ലച്ചു തൻ്റെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു മാറ്റി. ആദ്യമൊക്കെ ഏട്ടൻ്റെ ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ പേടിച്ചിട്ട് ഞാനും ഏട്ടന്മാരും ഒന്നും അടുത്തേക്ക് പോലും പോകാറില്ലായിരുന്നു. പിന്നെയാണ് ഏട്ടൻ്റെ ഉള്ളിൽ അത്രത്തോളം വേദനയും ഒറ്റപ്പെടലും ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞത്. അതിനുശേഷം ഏട്ടനോട് ചേർന്ന് നിൽക്കാനോ ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷേ അപ്പോഴും ഏട്ടൻ ഏട്ടൻ്റേതായ ലോകത്താണ്. ഒറ്റക്കാരോടും അടുപ്പമില്ലാതെ കൂട്ടില്ലാതെ എപ്പോഴും ഒരു നിഴൽ പോലെ കൂടെ നടക്കുന്ന ഈശായനോട് പോലും വല്യേട്ടൻ അടുപ്പം നിൽക്കാറില്ല. എന്നും ഒറ്റയ്ക്ക്. ശരിക്കും ഏട്ടൻ്റെ ജീവിതത്തിലേക്ക് വന്നതിനു ശേഷമാണ് ഏട്ടനിൽ അല്പമെങ്കിലും മാറ്റം കണ്ടു തുടങ്ങിയത്. ഏട്ടത്തിയോടൊപ്പം ഇരിക്കുന്ന സംസാരിക്കുന്ന ഏട്ടത്തിക്ക് വേണ്ടത് കണ്ടറിഞ്ഞ് ചെയ്തു തരുന്ന ഏട്ടന് ഞങ്ങളെല്ലാവരും അത്ഭുതത്തോടെയാണ് നോക്കി നിന്നത്. സത്യത്തിൽ കുറച്ച് മാസങ്ങളായി ഞങ്ങൾ കാണുന്നത് പുതിയൊരു ഏട്ടനെയാണ്. ഓഫീസ് ജോലിയും മദ്യപാനവും മാത്രം നിറഞ്ഞു നിന്ന ഏട്ടൻ്റെ ജീവിതത്തിലേക്ക്
ഏട്ടത്തിയും കുഞ്ഞുങ്ങളും വന്നതിനു ശേഷമാണ് ആ മുഖത്ത് അല്പമെങ്കിലും സമാധാനവും സന്തോഷവും കണ്ടു തുടങ്ങിയത്. പക്ഷേ എത്രയൊക്കെ ഏട്ടൻ മാറാൻ ശ്രമിച്ചാലും ഏട്ടൻ്റെ ഉള്ളിലുള്ള ആ വലിയ മുറിവുകളും ഒറ്റപ്പെടലുകളും ഇപ്പോഴും അദ്ദേഹത്തെ തളർത്തുന്നുണ്ട്. വല്യച്ഛനും വല്യമ്മയും ഇന്ന് ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും ഏട്ടന് ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു. വേദനകളെല്ലാം മറന്ന് സന്തോഷത്തോടെ ഒരു ജീവിതം ഏട്ടൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ചില വേദനിപ്പിക്കുന്ന ഓർമ്മകളാണ് ഏട്ടൻ അതിനെ അനുവദിക്കാത്തത്. ഇത്രയൊക്കെ ഏട്ടൻ്റെ അസുഖത്തിൽ നിന്ന് റിക്കവറായി എന്ന് പറഞ്ഞാലും ഇപ്പോഴും പലരുടെയും മനസ്സിലേട്ടന് ആ പഴയ ഭ്രാന്തിൻ്റെ ചിത്രമാണ്. അത് പറയുമ്പോൾ ലച്ചുവിൽ ആരോടൊക്കെയോ ഉള്ള ദേഷ്യം ഒപ്പം സങ്കടവും നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അന്ന് ഏട്ടത്തിയുടെ അച്ഛൻ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളെല്ലാവരെയും പോലെ, അല്ല ഞങ്ങളെക്കാളെല്ലാം ഒരുപാട് സന്തോഷത്തോടെ ഒരു നിമിഷം പറഞ്ഞു പോയി തൻ്റെ വായിൽ കൈവച്ചുകൊണ്ട് തല ഉയർത്തി നോക്കിയത് മുന്നിൽ കാണുന്നത് ചുവന്ന കലങ്ങിയ കണ്ണുകളുമായി ലച്ചുവിൻ്റെ വാക്കുകളിൽ കുടുങ്ങി അവളെ തന്നെ നോക്കി നിൽക്കുന്ന ആമിയെയാണ്. ആമിയുടെ നിറഞ്ഞ കണ്ണുകളും ചുവന്ന മുഖവും കാണി താൻ പറഞ്ഞത് അവൾക്ക് സങ്കടമുണ്ടാക്കിയെന്ന് ലച്ചുവിന് മനസ്സിലായി. ടെൻഷനോടെ ആമിയുടെ അടുത്തേക്ക് പോയി ലച്ചു അവളെ ചേർത്ത് പിടിച്ചു. ഏട്ടത്തി, സോറി, ഞാൻ അറിയാതെ, എല്ലാം എൻ്റെ തെറ്റാ. ഇനി ഞാൻ അങ്ങനെയൊന്നും പറയില്ല. നിറഞ്ഞ കണ്ണുകളോട് ആമിയുടെ കൈകൾ കവർന്നുകൊണ്ട് ലച്ചു പറഞ്ഞതും തൻ്റെ നിറഞ്ഞ കണ്ണുകൾ വകവയ്ക്കാതെ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് ആമി പറഞ്ഞു, നിന്റെ ഭാഗത്തൊരു തെറ്റുമില്ല മോളെ. എങ്ങനെയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും എൻ്റെ അച്ഛൻ ചെയ്തത് തെറ്റല്ലാതാവില്ല. അത് പറഞ്ഞുകൊണ്ട് ലച്ചുവിന് മുഖം കൊടുക്കാതെ ആമി ബാൽക്കണിയിലേക്ക് പോയി. നിറഞ്ഞ കണ്ണുകളോടെ കൂടി തന്നെ നോക്കാതെ നടന്നു പോകുന്ന ആമിയെ ലച്ചു വേദനയോടെ നോക്കി നിന്നു. പിന്നെ ആമി കുടിച്ച് ചായക്കപ്പുമായി തിരിഞ്ഞതും മുൻപിൽ തന്നെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്ന ആളെ കാണി അവളുടെ ഉള്ളം വേഗത്തിൽ ഇടിക്കാൻ തുടങ്ങി. അവൻ്റെ മുഖഭാവത്തിൽ നിന്ന് തന്നെ താൻ ആമിയോട് പറഞ്ഞതെല്ലാം സേവ്യർ കേട്ടു എന്ന് ലച്ചുവിന് ഉറപ്പായി. അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ അവൾ തലതാഴ്ത്തി നിന്നതും ലച്ചുവിനെ മൈൻഡ് പോലും ചെയ്യാതെ സേവ്യർ ബാൽക്കണിയിലേക്ക് പോയി. ബാൽക്കണിയിലൂടെ മുറ്റത്ത് പൂത്തു നിൽക്കുന്ന മാവിലേക്ക് നോക്കി നിൽക്കുകയാണ് ആമി. അവളുടെ മനസ്സ് നിറയെ യാദവാണ്. ലച്ചുവിലൂടെയും സേവ്യറിലൂടെയും അറിഞ്ഞവൻ്റെ മാനസികാവസ്ഥയാണ്. തൻ്റെ അച്ഛൻ്റെ പ്രവൃത്തികളാണ് അവൻ അങ്ങനെ ഒരവസ്ഥ വരുത്തിയത് എന്നോർക്കെ അവൾക്ക് തൻ്റെ സങ്കടം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവൾ പോലും അറിയാതെ അവളിൽ നിന്ന് നീർമുത്തുകൾ നിലത്തേക്ക് പതിച്ചു. ആമി. ആരുടെയോ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി ആമിയുടെ കണ്ണുകൾ ഉടക്കിയത് അവളെ നോക്കി കൈകെട്ടി നിൽക്കുന്ന സേവ്യറിലാണ്. അവനെ കണ്ടതും ആമി തൻ്റെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു മാറ്റി. നിന്റെ അച്ഛൻ്റെ പ്രവൃത്തികൾ കാരണം യാദവ് അനുഭവിക്കുന്ന വേദനയുടെ ആഴമറിഞ്ഞതുകൊണ്ടുള്ള വെറും കുറ്റബോധം മാത്രമാണോ ആമി നിനക്ക് അവനോടുള്ളത്? അതോ സഹതാപമാണോ? ഇത് രണ്ടുമാണെങ്കിൽ എൻ്റെ യദുവിന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവളെ നോക്കി കൈകെട്ടിക്കൊണ്ട് സേവ്യർ പറയുമ്പോൾ അവൻ്റെ വാക്കുകൾക്ക് വല്ലാത്ത കട്ടിയുണ്ടായിരുന്നു. എന്നാൽ ഇതേ സമയം സേവ്യറിൻ്റെ വാക്കുകളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ആമി. ആ വാക്കുകൾ അവളുടെ ഉള്ളിൽ അലയടിച്ചതും ദേഷ്യം കൊണ്ടോ സങ്കടം കൊണ്ടോ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. സേവ്യനെ ഒന്ന് നോക്കിക്കൊണ്ട് ഉറച്ച ശബ്ദത്തിൽ ആമി സംസാരിച്ചു തുടങ്ങി. എൻ്റെ അച്ഛൻ കാരണം ഇത്രയും വേദന അനുഭവിക്കുന്ന ഒറ്റപ്പെടുന്ന അദ്ദേഹത്തോട് എനിക്ക് സഹതാപമുണ്ട്. എൻ്റെ അച്ഛൻ്റെ പ്രവൃത്തിയിൽ കുറ്റബോധമുണ്ട്. എന്നാൽ അതിനേക്കാളെല്ലാം മുകളിൽ എൻ്റെ ഭർത്താവിൻ്റെ, എൻ്റെ കുഞ്ഞുങ്ങളുടെ അച്ഛൻ്റെ ഈ അവസ്ഥയിൽ എനിക്ക് വേദനയുണ്ട്. അതൊന്നും കുറ്റബോധമോ അല്ലെങ്കിൽ വെറും സഹതാപമോ കൊണ്ടല്ല, എൻ്റെ ഭർത്താവിനോടുള്ള എൻ്റെ സ്നേഹം കൊണ്ട് മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ വേദന എൻ്റെ കൂടെ വേദന ആയതുകൊണ്ട്. അതിനേക്കാളെല്ലാം അദ്ദേഹത്തിൻ്റെ ഈ അവസ്ഥയിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്തിട്ടുള്ള സങ്കടം കൊണ്ട് കൂടെയാണ്. പറയുന്നതിൻ്റെ കൂടെ ആമിയുടെ കണ്ണുകളും നിറഞ്ഞു വന്നു. എന്നാൽ ആമിയുടെ വാക്കുകൾ തന്നിൽ അലയടിക്കുന്ന സന്തോഷത്തെ തടഞ്ഞു നിർത്താനുള്ള ശ്രമത്തിലായിരുന്നു സേവ്യർ. എന്നാൽ ഇപ്പോൾ നിന്റെ ഭർത്താവിൻ്റെ ആവശ്യം നിന്റെ കരുതലാണ്, നിന്റെ സ്നേഹവും സാമീപ്യവുമാണ്. അതുകൊണ്ട് ആമി, യാദവിനടുത്തേക്ക് പോ. നിന്റെ അച്ഛൻ അവന് സമ്മാനിച്ച മുറിവുകൾക്ക് മരുന്ന് പുരട്ടാൻ നിനക്കേ കഴിയൂ ആമി. കാരണം അവൻ്റെ സന്തോഷങ്ങളുടെ ഉറവിടം നീയാണ്, നീ മാത്രം. അവളെ നോക്കി ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞതിന് ശേഷം സേവ്യർ അവളുടെ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി. അപ്പോഴും അവൻ്റെ വാക്കുകൾ ആമിയുടെ കാതിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. സേവ്യർ പറഞ്ഞത് ശരിയാണെന്ന് അവൾക്ക് തോന്നി.
പിന്നെ ഒന്നും ചിന്തിക്കാതെ യാദവിൻ്റെ അടുത്തേക്ക് നടക്കുമ്പോൾ മനസ്സ് തകർന്നു നിൽക്കുന്ന അവന് ഈ സമയത്ത് ഏറ്റവും ആവശ്യം തൻ്റെ സാമീപ്യമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞിരുന്നു. നിറഞ്ഞു വന്ന കണ്ണുകൾ തുടയ്ക്കാൻ പോലും നിൽക്കാതെ മൂന്നാമത്തെ നിലയിലേക്കുള്ള പടികൾ കയറുമ്പോൾ ടെൻഷൻ കൊണ്ടോ അതോ ആവശ്യത കൊണ്ടോ അവൾ കിടക്കുന്നുണ്ടായിരുന്നു. വീർത്തുന്തിയ തൻ്റെ വയറിൽ കൈവച്ചുകൊണ്ട് വളരെ സാവധാനം ഓരോ പടികളായി ആമി കയറിക്കൊണ്ടിരുന്നു. ശരീരത്തിന് ചെറിയ ക്ഷീണം തോന്നുന്നുണ്ടെങ്കിലും അതൊന്നും വകവയ്ക്കാതെ അവൾ പടികൾ കയറിക്കൊണ്ടിരുന്നു. യാദവിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മുറി മൂന്നാമത്തെ നിലയിലാണ്. അദ്ദേഹം മരിച്ചതിനു ശേഷം വൃത്തിയാക്കാനല്ലാതെ യാദവല്ലാതെ ആരും അങ്ങോട്ട് പോകാറില്ല. ഇതുപോലെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിലോ അല്ലെങ്കിൽ അവൻ്റെ മനസ്സ് അത്രത്തോളം അസ്വസ്ഥമാകുന്ന സന്ദർഭങ്ങളിലോ മാത്രമേ അവിടെ പോകാറുള്ളൂ. അതും ആ മുറിയിൽ അന്യരാരും കയറുന്നത് അവന് ഇഷ്ടമല്ല. ഒരുവിധം പടികൾ കയറി ആമി മുകളിലത്തെ നിലയിലെത്തി. മുകളിലാകെ ഒരു മുറി മാത്രമേ ഉള്ളൂ. അത് യാദവിൻ്റെ അച്ഛൻ്റെ മുറിയാണ്. മുറിയുടെ കതകിന് മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ ഭയം കൊണ്ടോ അതോ അവനെങ്ങനെ ഫേസ് ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ടോ ആമിക്ക് തൻ്റെ ശരീരം മുഴുവൻ വിറയ്ക്കുന്നത് പോലെ തോന്നി. പിന്നെ ധൈര്യം സംഭരിച്ച് അവൾ പതിയെ കതകൊന്ന് തള്ളി നോക്കി. മരത്തടികൾ കൊണ്ട് നിർമ്മിച്ച വലിയ 3 ജനലുകൾ ഉണ്ടായിരുന്നു ആ മുറിയിൽ. അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള സൂര്യപ്രകാശം മുറിയാകെ നിറഞ്ഞു നിന്നിരുന്നു. പെട്ടെന്നാണ് തറയിലേക്ക് ആമിയുടെ ശ്രദ്ധ പോയത്. വെള്ള മാർബിൾ വിരിച്ച വെറും നിലത്ത് തറയിൽ കിടക്കുകയാണ് യാദവ്. ഒരു ഷോർട്ട്സും പിന്നെ സ്ലീവ്ലെസ് ടീഷർട്ടുമാണ് വേഷം. അവൻ്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിട്ടുണ്ട്. ശരീരമാകെ വിയർപ്പിൽ കുതിർന്നിരിക്കുന്നു. പോരാത്തതിന് ആ മുറിയാകെ മദ്യത്തിൻ്റെയും സിഗരറ്റിൻ്റെയും ഗന്ധം കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. വലത്തെ കയ്യിൽ ഒരു വോഡ്കയുടെ ബോട്ടിലും ഇടത്തെ കയ്യിൽ ഒരു സിഗരറ്റും പിടിച്ച് അച്ഛനും അമ്മയും അവനും ഒന്നിച്ചുള്ള വർഷങ്ങൾ പഴക്കമുള്ളൊരു ഫോട്ടോയിലേക്ക് നോക്കി കിടക്കുകയാണവൻ. താൻ വന്നിവിടെ നിൽക്കുന്നതൊന്നും അവൻ അറിഞ്ഞിട്ടില്ലെന്ന് ആ കിടപ്പിൽ നിന്ന് തന്നെ അവൾക്ക് മനസ്സിലായി. അവൻ്റെ ഈ അവസ്ഥ കണ്ടതും ആമിയുടെ കണ്ണുകൾ നിറഞ്ഞു. പതിയെ മുറിയുടെ അകത്തേക്ക് പ്രവേശിച്ചതും ആ മുറിയാകെ അവളുടെ കണ്ണുകൾ സഞ്ചരിച്ചു. നിലത്തായി അവിടെയും ഇവിടെയുമായി പൊട്ടിയ മദ്യക്കുപ്പികളും അതിൽ നിന്ന് നിലത്തേക്ക് പടർന്നിരിക്കുന്ന മദ്യവും. പെട്ടെന്നാണ് ആമിയുടെ കണ്ണ് നിലത്ത് പടർന്നു കിടക്കുന്ന രക്തത്തുള്ളികളിലേക്ക് സഞ്ചരിച്ചത്. അതിൻ്റെ ഉറവിടം അന്വേഷിച്ച് ആമി കണ്ടത് യാദവിൻ്റെ 2 കാൽപാദത്തിനടിയിൽ നിന്നും വാർന്നൊഴുകുന്ന രക്തമാണ്. താഴെ പൊട്ടിക്കിടക്കുന്ന ബോട്ടിലിൻ്റെ ചില്ലുകളിൽ കുത്തിക്കയറിയതാണെന്ന് അത് കണ്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി. എന്നാൽ അതിനേക്കാളെല്ലാം അവളെ നോവിച്ചത് ഇത്രയും വലിയ മുറിവുണ്ടായിട്ടും തൻ്റെ ശരീരത്തിൽ നിന്ന് ഇത്രയും രക്തം പോയതൊന്നും അറിയാതെ അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോയിലേക്ക് നോക്കി കിടക്കുകയെന്ന യാദവിൻ്റെ ചിത്രമാണ്. ആമി തൻ്റെ കണ്ണുകൾ തുടച്ചുകൊണ്ട് പതിയെ അകത്തേക്ക് കയറി. പെട്ടെന്ന് മുറിയിലേക്ക് ആരോ വന്നതും അവൻ്റെ ശ്രദ്ധ അങ്ങോട്ട് പോയി. എന്നാൽ പതിയെ നിറഞ്ഞ വയറിൽ കൈവച്ച് നടന്നു വരുന്ന ആമിയെ കണ്ടതും അവൻ കിടക്കുന്നിടത്തു നിന്നും വേഗം എണീറ്റു നിന്നു. എന്നാൽ കാലിൽ തറച്ചിരിക്കുന്ന കുപ്പിച്ചിലിൻ്റെ വേദനയും തറയിൽ പടർന്നു കിടക്കുന്ന രക്തത്തിൽ ചവിട്ടി വഴിക്കലും ഇതിൻ്റെ എല്ലാം കൂടെ മദ്യത്തിൻ്റെ ലഹരി കൂടെ ആയതും എഴുന്നേറ്റതുപോലെ അവൻ നിലത്തേക്ക് തന്നെ വീണു. അതോടെ അവൻ്റെ കണ്ണുകളും അടഞ്ഞുപോയി. ഏതുവേട്ടാ, അവൻ എന്തെങ്കിലും പറ്റിയോ എന്നുള്ള വേവലാതിയോടെ അടുത്തേക്ക് പോകുമ്പോൾ അവൾക്ക് അങ്ങനെ വിളിക്കാനാണ് തോന്നിയത്. ഓടിച്ചെന്ന് അവൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ആമിയുടെ കണ്ണുകൾ ആദ്യം സ്ഥാനം പിടിച്ചത് യാദവിൻ്റെ കാലിൽ നിന്ന് തറയിലേക്ക് പടർന്നിരിക്കുന്ന രക്തത്തുള്ളികളിലേക്കായിരുന്നു. പതിയെ അവനടുത്തേക്ക് ഇരുന്ന് അവൻ്റെ കാലിൽ തറച്ചിരിക്കുന്ന ചില്ല് കഷ്ണങ്ങൾ ഓരോന്നായി വലിച്ച് പുറത്തേക്ക് എടുക്കാൻ തുടങ്ങിയിരുന്നു. ചെറുതും വലുതുമായ നിരവധി ചില്ല് അവൻ്റെ കാലിലുണ്ടായിരുന്നു. കുറച്ചെല്ലാം ആമി എടുത്തുവെങ്കിലും മുഴുവൻ എടുക്കാൻ അവൾക്ക് സാധിച്ചില്ല. അതുമാത്രമല്ല, യാദവിനെ ഈ അവസ്ഥയിൽ നിലത്ത് കിടത്താനും കഴിയില്ല. അവനെ എടുത്ത് മേലേക്ക് കിടത്താൻ തനിക്ക് ആരുടെയെങ്കിലും സഹായം വേണം. തന്നെ കൊണ്ട് ഈ അവസ്ഥയിൽ ഒറ്റയ്ക്ക് ഇതിന് കഴിയില്ല എന്ന് തോന്നിയതും ആമി വേഗം തൻ്റെ ഫോണെടുത്ത് സേവിയറിനെ വിളിച്ചു. കുറച്ച് കഴിഞ്ഞതും കയ്യിൽ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സുമായി സേവിയർ മുറിയിലേക്ക് വന്നു. എന്നാൽ നിലത്ത് കാലിൽ രക്തം വാർന്ന് ബോധമില്ലാതെ കിടക്കുന്ന യാദവിനെയും അവൻ്റെ അടുത്ത് നിറഞ്ഞു വയറുമായിരുന്ന് കരഞ്ഞുകൊണ്ട് അവൻ്റെ മുറിവിൽ നിന്ന് ചില്ലെടുക്കുന്ന ആമിയെ കണ്ടതും ആ ചിത്രം കണ്ട് സങ്കടമാണോ സന്തോഷമാണോ എന്ന് തിരിച്ചറിയാത്ത ഒരു വികാരം അവനിൽ വന്നു നിറഞ്ഞു. പിന്നെ വേഗം അവരുടെ അടുത്തേക്ക് ചെന്നു. സേവ്യർ തന്നെ യാദവിനെ എടുത്ത് ബെഡിലേക്ക് കിടത്തി. ഉടനെ ആമി ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്ത് അവൻ്റെ കാലിലെ ചില്ല് പതിയെ ഓരോന്നായി എടുത്തു മാറ്റി. എന്നിട്ട് മുറിവിൽ മരുന്ന് വെച്ച് കെട്ടി. യാദവിനെ കിടത്തിയതിനു ശേഷം സേവ്യർ തൻ്റെ കയ്യിലുള്ള വെള്ളം ആമിക്ക് നേരെ നീട്ടി. ഉടനെ ആമി അത് വാങ്ങി കുടിച്ചു. ആമി, വേണമെങ്കിൽ താഴേക്ക് പൊക്കോളൂ. സാർ, എഴുന്നേൽക്കാൻ കുറച്ച് കഴിയും. ഞാനിരുന്നോളാം ഇവിടെ.
ആമയുടെ മുഖത്തെ അവശത കാണുമ്പോൾ സേവ്യറിന് പാവം തോന്നിയെങ്കിലും ഈ സമയത്ത് യദുവിന് മറ്റാരേക്കാളും ആവശ്യം അവളുടെ സാമീപ്യമാണെന്ന് അവൻ അറിയാമായിരുന്നു. വേണ്ട, ഞാനിവിടെ തന്നെ ഇരുന്നോളാം. പറയുന്നതിൻ്റെ കൂടെ തൻ്റെ കയ്യിലുള്ള വാട്ടർ ബോട്ടിൽ ബെഡിൻ്റെ അടുത്തുള്ള ടേബിളിലേക്ക് വെച്ചു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ സേവ്യർ ഒന്നുകൂടെ ആ മുറിയിലേക്ക് തിരിഞ്ഞു നോക്കി. അപ്പോഴും കണ്ണടച്ച് കിടക്കുന്ന യാദവിൽ മാത്രമായിരുന്നു അവളുടെ ശ്രദ്ധ. കുറച്ചു നേരം യാദവിനെ തന്നെ നോക്കിയിരുന്നതിനു ശേഷം ആമി പതിയെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് ആ മുറി മുഴുവനൊന്ന് നോക്കി. അപ്പോഴാണ് ആ മുറിയുടെ നടുക്ക് തൂക്കിയിട്ടിരിക്കുന്ന ഫ്രെയിം ചെയ്ത അവൻ്റെ കുടുംബ ഫോട്ടോ അവളുടെ കണ്ണിൽ പെടുന്നത്. ഒരു നിമിഷം തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പം പുഞ്ചിരിച്ചു നിൽക്കുന്ന 5 വയസ്സുകാരൻ്റെ മുഖത്തേക്ക് അവൾ കണ്ണെടുക്കാതെ നോക്കി നിന്നു. അച്ഛൻ്റെ മടിയിലിരുന്ന അമ്മയെ നോക്കി പുഞ്ചിരിക്കുന്ന ആ കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ പുഞ്ചിരിയിലേക്ക് അവൾ കുറച്ചു നേരം നോക്കി നിന്നു. ഒപ്പം അവൻ്റെ പുഞ്ചിരിക്കുന്ന മുഖം ഓർമ്മയിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഓർത്തെടുക്കാനും ശ്രമിച്ചു. എന്നാൽ നിരാശയായിരുന്നു ഫലം. ഇന്നോളം തന്നെ നോക്കി എല്ലാവരെയും നോക്കിയതുപോലെ പുഞ്ചിരിക്കുന്ന യദുവേട്ടനെ കണ്ടിട്ടില്ല എന്ന് അവൾ അത്ഭുതത്തോടെ ഓർത്തു. ഇതിനെല്ലാം കാരണം തൻ്റെ അച്ഛനാണെന്ന് ഓർക്കെ അവൾക്ക് വല്ലാത്ത വേദന തോന്നി. അവൾ പോലും അറിയാണ്ട് കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി. മുറിയുടെ പല ഭാഗത്തായിരുന്നു തൂങ്ങുന്ന ഓരോ ചിത്രത്തിലും ചിരിക്കുന്ന കുഞ്ഞെ യാദവിൻ്റെ മുഖമാണ്. അവൻ്റെ ചിരിക്ക് വല്ലാത്ത ഭംഗിയുള്ളതുപോലെ തോന്നി അവൾക്ക്. അവൻ്റെ കവിളിൽ തെളിഞ്ഞു കാണുന്ന നുണക്കുഴിയിലേക്ക് അവൾ അത്ഭുതത്തോടെ നോക്കി നിന്നു. തലയ്ക്ക് വല്ലാത്ത വേദന തോന്നിയപ്പോഴാണ് അവൻ തൻ്റെ കണ്ണുകൾ വലിച്ചു തുറന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇല്ലാത്തായിരുന്ന മദ്യപാനം പെട്ടെന്ന് കൂടിയത് കൊണ്ടാകാം ഇത്രയും തലവേദന ഉണ്ടായതെന്ന് തോന്നി അവന്. പക്ഷേ ഇന്നത്തെ ദിവസം തനിക്കിതില്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മറ്റാരെക്കാളും അവനറിയാം. കാരണം ഈ ദിവസങ്ങളിൽ തന്നെ കാരണം തിന്നുന്ന ഓർമ്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ തൻ്റെ മുൻപിൽ വേറെ വഴിയില്ല. ചുവന്നു കലങ്ങിയ കണ്ണുകൾ മുറുക്കെ അടിച്ച് തൻ്റെ 2 കൈയും തലക്ക് കൊടുത്ത് അവൻ ഇരിക്കുമ്പോഴാണ് തനിക്ക് നേരെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം നീണ്ടുവരുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അവൻ്റെ മുഖം സംശയത്തിലൊന്ന് ചുളിഞ്ഞു. സാധാരണ ഈ ദിവസങ്ങളിലൊന്നും ആരും തൻ്റെ അടുത്തേക്ക് വരാറില്ല. അതവന് ഇഷ്ടമല്ല എന്നുള്ളത് തന്നെയാണ് കാരണം. ഈ മുറി അവൻ്റെ ലോകം മാത്രമാണ്. അവിടേക്ക് മറ്റാർക്കും പ്രവേശനമില്ല. ദേഷ്യത്തോടെ മുഖമുയർത്തി നോക്കിയ യാദവ് തൻ്റെ മുൻപിൽ നിൽക്കുന്ന ആമിയെ കണ്ടതും സംശയത്തിലൊന്ന് നോക്കി. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അവളെ നോക്കിക്കൊണ്ട് ഗൗരവത്തിൽ അത് ചോദിക്കുമ്പോൾ അവൻ്റെ വാക്കുകളിൽ അതിയായ ദേഷ്യം നിറഞ്ഞു നിന്നിരുന്നു. അത് ആമിക്ക് മനസ്സിലായി. പക്ഷെ അവന് മൈൻഡ് ചെയ്യാതെ അവൾ ആ ഗ്ലാസ് അവന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, ഇതാ, ഇത് കുടിച്ചോ, തലവേദനയ്ക്ക് കുറച്ച് ശമനം ഉണ്ടാകും. തീർത്തും അവൻ്റെ ചോദ്യം അവഗണിച്ചുകൊണ്ട് അവൾ ആ ഗ്ലാസ് അവൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. അതവൻ്റെ ദേഷ്യം കൂട്ടുകയാണ് ചെയ്തത്. പക്ഷെ അത് പ്രകടിപ്പിക്കാതെ രണ്ടാളും കണ്ണുകളും മുറുക്കി അടച്ച് തൻ്റെ കയ്യിലുള്ള ഗ്ലാസ് ടേബിളിലേക്ക് വെച്ചുകൊണ്ട് യാദവ് വീണ്ടും അവളോട് പറഞ്ഞു, ഞാൻ കുടിച്ചോളാം, നീ താഴേക്ക് പൊക്കോ. എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കണം. കണ്ണുകൾ അടച്ച് പറയുമ്പോഴും അവൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത ആരോടൊന്നില്ലാത്ത ദേഷ്യം ഉയർന്നു പൊന്തി. നഷ്ടപ്പെട്ടു പോയ സന്തോഷങ്ങൾ മാത്രം അവനെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ടാകാം അവൻ്റെ കണ്ണുകൾ വീണ്ടും ചുവന്ന് കലങ്ങിയത്. അവനിൽ കണ്ണുനീര് കുമിഞ്ഞു കൂടിയതും അത് ആമി കാണാതിരിക്കാൻ വേണ്ടി അവൻ കണ്ണുകൾ അടച്ചു. അവൻ്റെ നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകളിലേക്ക് ആമി വേദനയോടെ നോക്കി നിന്നു. പിന്നെ അവൻ്റെ വാക്കുകൾ കേട്ടതുപോലും ഭാവിക്കാതെ ആമി നിലത്തേക്ക് മുട്ടുകുത്തിയിരുന്നു. എന്നിട്ട് നിലത്ത് വീണ് കിടക്കുന്ന ചില്ല് കഷ്ണങ്ങൾ ഓരോന്നായി പെറുക്കിയെടുത്തുകൊണ്ടിരുന്നു. എന്തോ ശബ്ദം കേട്ട് തല ഉയർത്തി നോക്കി അവൻ കാണുന്നത് നിറവയറും കൊണ്ട് കഷ്ടപ്പെട്ട് നിലത്തിരുന്ന് ചില്ല് പൊറുക്കുന്ന ആമിയെയാണ്. ഒരേ സമയം ആ കാഴ്ച അവനിൽ വേദനയും ദേഷ്യവും നിറച്ചു. ഒന്നും ചിന്തിക്കാതെ ബെഡിൽ നിന്ന് പിടഞ്ഞെണീക്കുമ്പോൾ അവൻ്റെ ഉള്ളിലെ സംഘർഷത്തിൻ്റെ ആഴം കൂടി. അവളുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു. എഴുന്നേൽപ്പിക്കുമ്പോൾ അവൻ്റെ മുഖം ചുവന്നു തൊടുത്തു. എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എൻ്റെ കാര്യങ്ങളിൽ ആരും അനാവശ്യമായി ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല. അങ്ങനെ ഇടപെടാനുള്ള സ്വാതന്ത്ര്യം ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല, ആർക്കും. അതുകൊണ്ട് വേഗം ഈ മുറിയിൽ നിന്ന് പുറത്തേക്ക് പൊക്കോ. അവളെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞതിനു ശേഷം അവൻ ബെഡിലേക്ക് പോയിരുന്നു. എന്നാൽ അവനെ തന്നെ നോക്കി ആമി അവിടെ തന്നെ നിന്നു. പിന്നെ യാദവിനടുത്തേക്ക് പോയി. മറ്റൊന്ന് നോക്കിയിരിക്കുന്ന അവൻ്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാണെന്ന് അവൾക്ക് മനസ്സിലായി. ആമി പതിയെ യാദവിനടുത്തേക്ക് പോയി. ബെഡിൽ അവൻ്റെ അടുത്തേക്ക് ഇരുന്നതും അവൻ്റെ ശ്രദ്ധ അവളിലേക്കായി. എനിക്ക് തനിച്ചിരിക്കണം, അത്രമാത്രം ഗൗരവത്തിൽ പറഞ്ഞ് അവൻ എഴുന്നേൽക്കാൻ തുടങ്ങിയതും ആമിയുടെ കൈ അവൻ്റെ കൈകളിൽ വീണിരുന്നു. ഉടനെ യാദവ് അവളെ തിരിഞ്ഞു നോക്കി. എന്തിനെ യദുവേട്ട ഇങ്ങനെ കുടിച്ച് നശിക്കുന്നത്? അവനെ നോക്കി അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ ചെറുതായി നിറഞ്ഞു വന്നിരുന്നു. ഉത്തമൻ്റെ മകൾക്ക് എന്നോട് സഹതാപം തോന്നുന്നുണ്ടോ?
അതുകൊണ്ടാണോ ഈ പുതിയ വിളി? എങ്കിൽ കേട്ടോ, എനിക്കാരുടെയും സഹതാപം വേണ്ട. എല്ലാവരും ചിരിച്ചുകൊണ്ട് കഴുത്തിൽ കത്തിവെക്കുന്നവരാണ്. എന്തൊക്കെ പറഞ്ഞാലും നീ ആ ചതിയൻ്റെ മകളല്ലേ. പുറമേ ചിരിച്ചു പകരം വീട്ടാൻ ഒരു തക്കം കാത്തിരിക്കുന്നതാണോ എന്നാർക്കറിയാം. പിന്നെ ഞാൻ നശിക്കുകയാണെങ്കിൽ നശിക്കട്ടെ. നീയും അത് തന്നെയല്ലേ ആഗ്രഹിക്കുന്നത്? നിന്റെ ജീവിതം നശിപ്പിച്ച് ഞാൻ നശിക്കുന്നത് നിനക്കും സന്തോഷമല്ലേ? അവൾക്ക് മുഖം കൊടുക്കാതെ ഗൗരവത്തിൽ അത് പറഞ്ഞതിൻ്റെ കൂടെ അവളുടെ കൈ അവൻ തന്നിൽ നിന്ന് അടർത്തി മാറ്റിയിരുന്നു. ഒരു നിമിഷം അവൻ്റെ വാക്കുകളിൽ പകച്ചു നിന്നുവെങ്കിലും ആമിയുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ടും സങ്കടം കൊണ്ടും ചുവന്നു വന്നു. പിന്നെ ആ കണ്ണുനീരിനെ ഒഴുകാൻ അനുവദിക്കാതെ അവൾ അതിനെ പിടിച്ചു നിർത്തി. എന്നിട്ട് ദേഷ്യത്തോടെ പോകുന്ന അവൻ്റെ മുൻപിലേക്ക് പോയി അവനെ തടഞ്ഞു നിർത്തി. നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകളും ചുവന്ന മുഖവുമായി ദേഷ്യം കൊണ്ട് വിറക്കുന്ന ആമിയെ ഒരു നിമിഷം അവൻ അവിശ്വസനീയതയോടെ നോക്കിയെങ്കിലും അവനെ ഞെട്ടിച്ചുകൊണ്ട് അവളുടെ വലത്തേക്കായി അവൻ്റെ മുഖത്ത് ശക്തിയിൽ പതിഞ്ഞിരുന്നു. പ്രതീക്ഷിക്കാതെയുള്ള ആമിയുടെ നീക്കത്തിൽ യാദവൊന്ന് പകച്ചിരുന്നു. എന്നാൽ അവനൊന്ന് ചിന്തിക്കാൻ പോലും സമയം കൊടുക്കാതെ അവനെ വീണ്ടും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ കോളറിൽ പിടിച്ചുലച്ചിരുന്നു ആമി. അതെ, ഞാൻ ഉത്തമൻ്റെ മകൾ തന്നെയാണ്. അതിന് നിങ്ങൾ എനിക്ക് വിധിച്ച ശിക്ഷയാണല്ലോ ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. ഇത്രയൊക്കെ ആയിട്ടും എന്നോട് ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് എന്നോടുള്ള മനോഭാവം മാറിയിട്ടില്ലല്ലേ? നിങ്ങൾ എന്നെ ചേർത്ത് പിടിക്കുമ്പോഴും എനിക്ക് വേണ്ടി ഓരോന്ന് ചെയ്തു തരുമ്പോഴും ഞാൻ കരുതിയിരുന്നത് എൻ്റെ അച്ഛനോടുള്ള പകയ്ക്കപ്പുറം നിങ്ങളുടെ മനസ്സിൽ എനിക്കൊരു സ്ഥാനമുണ്ടെന്നാണ്, എന്നോടൊരു ഇഷ്ടമുണ്ടെന്നാണ്. എന്നാലെല്ലാം വെറുതെയായി. നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അമ്മ മാത്രമാണ്. നാളെ ഈ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്ത ഈ വീട്ടിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഇറങ്ങി പോവേണ്ടവൾ അല്ലേ? ചുരുക്കി പറഞ്ഞ നിങ്ങൾക്ക് പകരം വീട്ടാനും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാനുമുള്ള ഒരു ഉപകരണം. ആമി! ദേഷ്യവും സങ്കടവും നിയന്ത്രിക്കാൻ കഴിയാതെ ഒരു കിതപ്പോടുകൂടി ആമി തൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നതിന് മുൻപ് യാദവിൻ്റെ ഗൗരവമേറിയ ശബ്ദം അവിടെ ഉയർന്നിരുന്നു. ചുവന്നു തൊടുത്ത് ഞരമ്പ് വലഞ്ഞു മുറുകിയിരിക്കുന്ന അവൻ്റെ മുഖവും കലങ്ങിയിരിക്കുന്ന കണ്ണുകളും കണ്ടപ്പോഴാണ് തൻ്റെ വാക്കുകൾ അല്പം കടന്നുപോയെന്ന് ആമിക്ക് മനസ്സിലായത്. എന്നാൽ അപ്പോഴേക്കും യാദവ് ദേഷ്യത്തോടെ അവളുടെ അടുത്തേക്ക് വന്നു അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചിരുന്നു. ഇനി ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞ തന്നെ നോക്കി ദേഷ്യത്തിൽ പറയുന്ന യാദവിൻ്റെ കൈ ആമി അവനിൽ നിന്നും തട്ടിമാറ്റി. പറയും, ഇനിയും പറയും. ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? നിങ്ങൾക്ക് ഞാൻ ആരുമല്ല. എന്നോട് നിങ്ങൾക്ക് ദേഷ്യമാണ്, വെറുപ്പാണ്. അതുകൊണ്ടല്ലേ എൻ്റെ ഇഷ്ടം മനസ്സിലാക്കിയിട്ടും നിങ്ങൾ സ്വയം ഒഴിഞ്ഞു മാറുന്നത്, ഇങ്ങനെ സ്വയം നശിച്ച് എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? ഇനി കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ എന്നെ മനഃപൂർവ്വം ഒഴിവാക്കാമല്ലോ. അല്ലെങ്കിലും നിങ്ങൾ കുഞ്ഞുങ്ങളെ മാത്രമല്ലേ ആഗ്രഹിക്കുന്നുള്ളൂ. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ആമി ഉറച്ച ശബ്ദത്തിൽ പറയുമ്പോൾ അവളുടെ വാക്കുകളിൽ ചുവന്നു വരുന്ന അവൻ്റെ കണ്ണുകളിൽ മാത്രമായിരുന്നു അവളുടെ ശ്രദ്ധ. എന്നാൽ അവളുടെ വാക്കുകൾ തൻ്റെ സമനില തെറ്റിക്കുന്നത് പോലെ തോന്നി അവന്. ഇനിയും നിയന്ത്രിക്കാൻ കഴിയാതെ അവൻ പൊട്ടിത്തെറിക്കാൻ തയ്യാറായിരുന്നു നിൽക്കുന്ന ഒരു അഗ്നിപർവ്വതം പോലെ. സത്യത്തിൽ അത് തന്നെയായിരുന്നു ആമിക്കും വേണ്ടിയിരുന്നത്. ഇതേ സമയം ആമിയുടെ വാക്കുകൾ തന്നിൽ ഏൽപ്പിച്ച ആഘാതത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു അവൻ. ആമിയുടെ വാക്കുകൾ അവൻ്റെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. അവൻ്റെ ഉള്ളിലെ സങ്കടത്തിന് പകരം അവിടെ ദേഷ്യം നിറഞ്ഞു. നിമിഷനേരം കൊണ്ട് അവളുടെ വലത്തെ കൈപിടിച്ച് ദേഷ്യത്തോടെ തന്നോട് ചേർത്തിരുന്നു അവൻ. അത് പ്രതീക്ഷിച്ചത് കൊണ്ട് തന്നെ ആമിയിൽ യാതൊരു ഞെട്ടലും ഉണ്ടായിരുന്നില്ല. പകരം ആ കണ്ണുകളിലെ ഭാവം വായിച്ചെടുക്കുകയായിരുന്നു അവൾ. നീ എന്താ പറഞ്ഞത്? ഞാൻ നിന്നെ മനഃപൂർവ്വം വേദനിപ്പിക്കുകയാണെന്നോ? നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ നിന്നെ ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കുമെന്നോ? ഞാൻ കുഞ്ഞുങ്ങളെ മാത്രമേ ആഗ്രഹിക്കുന്നു എന്ന് നിന്നോട് ആരാ പറഞ്ഞത്? നീ എനിക്ക് ആരുമല്ലെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിരുന്നോ എന്ന്? അവളുടെ കൈത്തണ്ട പിടിച്ചു വലിഞ്ഞു മുറുകിയ മുഖത്തോടെ സഹിക്കാൻ കഴിയാത്ത വേദനയോടെ അലറുകയായിരുന്നു അവൻ. ദേഷ്യം കൊണ്ടോ സങ്കടം കൊണ്ടോ അവൻ്റെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ ചുവന്നു നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകളിൽ നിന്ന് തന്നെ അവളുടെ വാക്കുകൾ അവനെ എത്രത്തോളം വേദനിപ്പിച്ചു എന്ന് മനസ്സിലാക്കാമായിരുന്നു. എന്നാൽ അവൻ്റെ വാക്കുകളിലും നിറഞ്ഞ കണ്ണുകളിലും മുഴുകി അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവൾ. എന്നാൽ അപ്പോഴേക്ക് തൻ്റെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവളെ വലിച്ച് തൻ്റെ നെഞ്ചോട് ചേർത്തിരുന്നു അവൻ. അതിന് എനിക്ക് കഴിയുമോ ആമി? നിന്നെ വേദനിപ്പിച്ചതിൻ്റെ പേരിൽ ഓരോ നിമിഷം ഉരുകി കഴിയുന്ന എനിക്ക് നിന്നെ വേദനിപ്പിക്കാൻ എന്നല്ല, നിന്റെ ദേഹത്തൊരു തൻ്റെ മണ്ണ് വീഴുന്നത് പോലും സഹിക്കില്ല. അത്രത്തോളം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ആമി. ഈ ലോകത്ത് മറ്റാരേക്കാളും ഞാൻ സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതും നിന്നെയാണ് ആമി.